എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷ് മോൻ്റെ കല്യാണ വിശേഷങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ്. ആദ്യത്തെ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു 7-7:30 കൂടി നമ്മളവിടെ എത്തി. അവിടുത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അവിടെ സംസാരിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ മണവാളൻ അനീഷ് പരമേശ്വരൻ എന്ന അനീഷ് മോൻ. ഞങ്ങൾ ചെന്നെത്തിയപ്പോഴേക്ക് തന്നെ ഫസ്റ്റ് തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് നല്ലൊരു സന്തോഷമുള്ള ഒരു ദിവസം. എല്ലാവരും ഹാപ്പിയായി. അനീഷ് മോന് എല്ലാവരും കേക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരെ താലിമാലയൊക്കെ കൊടുത്ത് അമ്മൂമ്മയുടെ കയ്യിലേക്ക് താലിമാല കൊടുത്തു. അതിനുശേഷം അനീഷ് മോൻ്റെ കയ്യിലേക്ക് കുഞ്ചുമ്മ വെച്ചു കൊടുത്തു, അനുഗ്രഹിച്ചു. വളരെ സന്തോഷമുള്ളൊരു മൊമെൻറ്റ്സ് ആയിരുന്നു. പിന്നീട് കേക്ക് വിതരണമായിരുന്നു. കേക്കൊക്കെ എല്ലാവരും കൊടുത്ത് എല്ലാവരും ഹാപ്പിയായി. നേരെ ഭക്ഷണത്തിലേക്ക്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് വീണ്ടും കുറച്ച് നേരം കൂടി എല്ലാവരും കൂടി വട്ടം കൂടി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ കൊണ്ട് തീരുവാണ്. ഈ കാണുന്ന വീഡിയോയിൽ ഉള്ളത് ശനിയാഴ്ച രാത്രിത്തെ വിശേഷങ്ങളാണ്. രാജിമോൻ വന്നിട്ടുണ്ട്, കുഞ്ചിയുണ്ട്, കണ്ണനുണ്ട്. കണ്ണൻ എൻ്റെ തൊട്ട് പുറകിൽ നടന്നു വരുന്നു. കണ്ണൻ പോയി. ലക്ഷ്മി, രാജിമോൻ്റെ വൈഫ്, കുഞ്ചി, വാ, കണ്ണൻ്റെ ഫ്രണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ മുകളിൽ കയറി. ഫസ്റ്റ് ഫ്ലോറിൽ അമ്മൂമ്മ ഇരിപ്പുണ്ടായിരുന്നു. അമ്മൂമ്മയോട് കുറേ നേരം കണ്ണൻ വളരെ വളരെ ഗാഢമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടി പ്ലാനിട്ടു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. ക്യാമറ കാണുമ്പോഴേക്കും ഇതാണ് രാജിമോൻ്റെ മോള്. ക്യാമറ കാണുമ്പോഴേക്കും ഒളിച്ചളയും. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഇഷ്ടമല്ല. അതിനുശേഷം വീണ്ടും എല്ലാവരും കൂടി ചേർന്ന് ഫുഡ് കഴിക്കണം. നല്ല ചോറും മീൻ കറിയും ഉള്ള നാടൻ ഫുഡായിരുന്നു. തലേ ദിവസത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു. ഇതാണ് ഷീല ചേച്ചിയുടെ മോനാണ് അനീഷ്. അപ്പോൾ ഷീല ചേച്ചി എല്ലാവരോടും വിശേഷങ്ങൾ തിരക്കുന്നു. എല്ലാവരും വളരെ നല്ല രീതിയിൽ കെയറിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടിഷ്യൂ ഒക്കെ എടുത്ത് കൊടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് കൈയൊക്കെ കഴുകി നല്ല ഒരു നാടൻ നല്ല ഫുഡ്, തലേ ദിവസത്തെ ഫുഡ്. അങ്ങനെ നമ്മൾ തിരിച്ച് ബാക്ക് ടു ഹോം. കാരണം നാളെ രാവിലെ വീണ്ടും വരണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി നിന്നു. കണ്ണൻ എന്നെ വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല മഴയാണ്. നല്ല മഴയത്ത് നമ്മൾ കലൂരിൽ നിന്ന് നേരെ നോർത്തിലെത്തി. അവിടെ നമ്മൾ പൂ മേടിക്കാനുണ്ടായിരുന്നു. സ്ഥിരം പൂ മേടിക്കുന്ന ചേച്ചിയുടെ കടയിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ചധികം പൂവൊക്കെ മേടിച്ചു. ഇതാണ് അമരാവതി ചേച്ചി. നോർത്ത് ടൗൺ ഹാളിൻ്റെ ഓപ്പോസിറ്റാണ് ഇവരുടെ കട. അങ്ങനെ നമ്മളിവിടുന്ന് പൂവെല്ലാം മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊരു ചായ കുടിച്ചു. രാജ്മോൻ വന്ന് ജോയിൻ ചെയ്തു ഹൈക്കോർട്ടിൻ്റെ അടുത്ത് നിന്ന്. അവിടുന്ന് ഞാൻ വേറെ കാർ എടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നേരെ ഫ്ലാറ്റിലേക്ക് പോകണം. ബോസ് ഇല്ലാതെയാണ് നമ്മൾ ഈ കല്യാണത്തിന് പോകുന്നത് കേട്ടോ. നമുക്കത് വിഷമമുണ്ട്, പക്ഷേ അങ്ങനെയാണ് സാഹചര്യം.
അങ്ങനെ നമ്മൾ അവിടുന്ന് എല്ലാവരും കൂടി ചേർന്ന് 3 വണ്ടിക്കാണ് പോകുന്നത്. എൻ്റെ കൂടെ ഉദയൻ ചേട്ടനുണ്ട്, അമ്മൂമ്മയുണ്ട്. ഞങ്ങൾ നേരെ തോപ്പുംപടി പാലത്തിൽ കൂടെയാണ് പോകുന്നത്. ഇതാണ് തോപ്പുംപടി പഴയ പാലമാണ്. നമ്മളെ പാലത്തിലൂടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അറിയാലോ. ഞങ്ങൾ തോപ്പുംപടി കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിക്ക് കണ്ണമാലി പള്ളിയിൽ നിർത്തി നേർച്ചയിട്ടു. അവിടെ വെച്ച് എല്ലാവരും വീണ്ടും ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് ഒന്നിച്ചാണ് പോയത്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. കണ്ടംകടവ് എന്നൊരു സ്ഥലത്താണ്, ആ അമ്പലത്തിലാണ് താലിയിട്ട്. വണ്ടി ഓടിച്ച് ക്ഷീണിച്ച കണ്ണൻ, ഓഹോ, അത് കണ്ട് പുറത്തു നിന്ന് ആസ്വദിക്കുന്ന ചങ്ക്. അങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഞങ്ങളെല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. മഴയും ചെളിയായതുകൊണ്ട് താലി കെട്ടുന്നത് അങ്ങോട്ട് കാണാൻ പോകാൻ പറ്റിയില്ല കേട്ടോ, ക്ഷമിക്കണം. അത്രയ്ക്കും വെള്ളക്കെട്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മണവാളുടെ മണവാട്ടിയും പുറത്തേക്ക് വന്നു. ഇതാ ശീല ചേച്ചി, ആയി മണവളൻ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കുശലമൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാ വെൽക്കം ഡ്രിങ്ക് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക്. എൻട്രൻസ് ഒക്കെ നല്ല മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ ചെന്നത് എല്ലാവരും ഇരിക്കുന്നു. ഫ്രണ്ടിൽ തന്നെ അമ്മൂമ്മയുണ്ട്, 2 അമ്മൂമ്മമാരുണ്ട്, ഉദയൻ ചേട്ടൻ, മണിക്കുട്ടി, കുഞ്ചി, മഞ്ജുമാം. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഹാളിൽ ഫ്രണ്ട് സീറ്റ് തന്നെ ഞങ്ങളെല്ലാവരും പോയി ഇരുന്ന്. ഇത് വൈകിയാണ് മീനാക്ഷി ചേച്ചി വന്നു. മീനാക്ഷി ചേച്ചി മോള് ഈ സംസാരിക്കുന്നതാണ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ്. രാജേഷ് എന്തൊക്കെയോ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജേഷിൻ്റെ മോളാണത്. പുള്ളിക്കാരി എവിടെയെങ്കിലും കൊണ്ടിരുത്തി അവിടെ ഇരുന്നോളൂ കേട്ടോ. എല്ലാവരും പെണ്ണും ചെക്കനും വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നൊരു പയ്യൻ, കുസൃതി പയ്യൻ ഓടി വന്ന് സോഫയിൽ കയറി ഇരിക്കുന്നു. എന്നിട്ട് വിളിക്കുകയാണ്, വാ വാ എന്ന്. വൈകാതെ തന്നെ മണവാളിനും മണവാട്ടിയും നമ്മുടെ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അമ്മൂമ്മ മണവാളിന് മണവാട്ടിക്കും മധുരം കൊടുക്കുന്നു. ഇതിൻ്റെ അടുത്തായി ഫോട്ടോഷൂട്ട് ആരംഭിക്കും. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കുകൾ ആരംഭിച്ചു. അതൊരു വശത്തൂടെ അങ്ങനെ തന്നെ നടക്കുന്നു. അതോടൊപ്പം തന്നെ അപ്പുറത്ത് ഫുഡിന് സമയമായിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കുറേ പേര് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. നല്ല സദ്യയായിരുന്നു കേട്ടോ. നല്ല സദ്യ വെച്ചാൽ നല്ല അടിപൊളി ഫുഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ശരി ചേച്ചി വന്ന് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുറവുണ്ടോ. ഇത് അപ്പുറത്ത് 2 പിള്ളേരിരുന്ന് ഗെയിം കളിക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ എറണാകുളത്തെത്തി. പതിവ് പോലെ നമ്മൾ സ്ഥിരം കുടിക്കുന്നൊരു ജ്യൂസ് കടയുണ്ട്, അവിടെ വന്ന് വെള്ളം കുടിക്കാൻ വന്നിരിക്കുക എല്ലാവരും കൂടി. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ വളരെ മനോഹരമായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.